നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ചിലപ്പോഴൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യങ്ങളില്ലേ, അത് ഒളിഞ്ഞിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കഥകളിലായിരിക്കും. അങ്ങനെ കാലങ്ങളായി നമ്മുടെ കൂടെയുള്ള, ശരിക്കും പറഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതത്തിന് ഒരു കണ്ണാടി പോലെ പ്രവർത്തിക്കുന്ന കുറച്ച് ആദർശ കഥകളിലേക്കാണ് നമ്മളിന്ന് ഒരുമിച്ച് പോകുന്നത്. അതെ, ഈ ഓരോ സിമ്പിൾ കഥയിലും ഒരു ലോകം മുഴുവനുള്ള അറിവുണ്ട്. ഈ പുരാതന കഥകളില്ലേ, നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇത് എത്രത്തോളം പ്രധാനപ്പെട്ടതായിരുന്നോ അത്രത്തോളം, ഒരുപക്ഷെ അതിനേക്കാളും ഏറെ ഇന്നും ഇതിന് പ്രസക്തിയുണ്ട്. ശരി, അപ്പോൾ നമുക്ക് ഈ ജ്ഞാനത്തിന്റെ ലോകത്തേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് മനുഷ്യന്റെ പതനത്തിലേക്ക് നയിക്കുന്ന ചില ഡാർക്ക് സൈഡ്സിനെക്കുറിച്ചാണ്. അതായത് കൺട്രോളില്ലാത്ത അത്യാഗ്രഹവും പിന്നെ അഹങ്കാരവും. ഇതൊക്കെ നമ്മളെ എങ്ങനെയൊക്കെയാണ് കുഴപ്പത്തിൽ ചാടിക്കുന്നതെന്ന് ഈ കഥകൾ നമുക്ക് പറഞ്ഞുതരും. നമുക്ക് അത്യാഗ്രഹം എന്ന ആ ഒരു വിഷത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഒരിക്കൽ ഒരു കുറുക്കൻ നല്ല വിശപ്പിൽ ഇങ്ങനെ നടക്കുമായിരുന്നു. അങ്ങനെ നടന്ന് അവൻ എത്തിയത് ഒരു യുദ്ധക്കളം പോലൊരു സ്ഥലത്താണ്. അവിടെ നോക്കുമ്പോൾ എന്താ, ഒരു വേട്ടക്കാരൻ, ഒരു ആന, ഒരു പാമ്പ്, ഒരു മുയൽ, അങ്ങനെ കുറേ പേര് ചത്തുകിടക്കുന്നു. ഹോ, കുറുക്കൻ്റെ കണ്ണ് തള്ളിപ്പോയി. മാസങ്ങളോളം അടിച്ചുപൊളിച്ച് ജീവിക്കാനുള്ള ഫുഡ് മുന്നിൽ. പക്ഷേ ഇത്രയും ഭക്ഷണം കൺമുന്നിലുണ്ടായിട്ടും ആ അത്യാഗ്രഹി കുറുക്കൻ്റെ കണ്ണുപോയത് എങ്ങോട്ടാണെന്നറിയോ? ആ വേട്ടക്കാരൻ്റെ വില്ലിലേക്ക്. മൃഗങ്ങളുടെ കുടൽ കൊണ്ടുണ്ടാക്കിയ അതിൻ്റെ ഞാൺ. ഹോ, എന്തൊരു ടേസ്റ്റായിരിക്കും! അതുതന്നെ ആദ്യം കഴിക്കണം അവൻ തീരുമാനിച്ചു. അവൻ ആ ഞാൻ കടിച്ചു മുറിച്ചതും ഒറ്റയടി വലിയൊരു ശബ്ദത്തോടെ ആ വില്ലിൻ്റെ ഒരറ്റം മിന്നൽ വേഗത്തിൽ വന്ന് അവൻ്റെ വായിൽ തന്നെ കൊണ്ടു. സ്പോട്ടിൽ തീർന്നു. അപ്പോൾ ഇതിലെ പോയിന്റ് ഇതാണ്: നമ്മുടെ കൺമുന്നിലുള്ള സമൃദ്ധിയെയും അതിലൊളിഞ്ഞിരിക്കുന്ന അപകടത്തെയും കാണാൻ പറ്റാത്ത രീതിയിൽ അത്യാഗ്രഹം നമ്മുടെ കണ്ണ് കെട്ടിക്കളയും. അതാണ് സംഭവിച്ചത്. ശരി, ഇനി വേറൊരു കഥ കേട്ടു നോക്കാം. ഗംഗാനദിയിൽ കുളിച്ചോണ്ടിരുന്നൊരു പണ്ഡിതന് ഒരു മുതല നല്ല ഭംഗിയുള്ളൊരു മുത്തുമാല കൊടുത്തു. പണ്ഡിതൻ അത്യാഗ്രഹത്തോടെ അത് വാങ്ങി. അപ്പോൾ മുതല പറഞ്ഞു, ഇതുപോലത്തെ 100 മാല എൻ്റെ കയ്യിലുണ്ട്, ഇതൊക്കെ ഒന്ന് ദാനം ചെയ്യാൻ എന്നെ ഒന്ന് സഹായിക്കാമോ? പണ്ഡിതന്റെ കണ്ണങ്ങോട്ട് തിളങ്ങി. വേറൊന്നും ആലോചിച്ചില്ല, മുതലയുടെ പുറത്തു കയറി നദിയുടെ നടുവിലേക്ക് പോയി. അവിടെ എത്തിയപ്പോൾ മുതലയൊന്ന് തിരിഞ്ഞ് പണ്ഡിതനെ നോക്കിയൊരു ചിരിയോട് ചോദിച്ചു, അല്ല പണ്ഡിതരെ, അത്യാഗ്രഹം മനുഷ്യനെ അന്ധനാക്കും അല്ലേ? എന്നിട്ട് നേരെ വെള്ളത്തിലേക്ക് മറിച്ചിട്ട് അയാളെ ഭക്ഷിച്ചു. നോക്കൂ, എളുപ്പത്തിൽ പണക്കാരനാകാനുള്ള ഓഫറൊക്കെ കേൾക്കുമ്പോൾ ഈ കഥയൊന്ന് ഓർത്താൽ മതി. കാരണം ചതിയന്മാരുടെ വലയിൽ വീഴാൻ ഏറ്റവും വലിയൊരു കാരണം എപ്പോഴും ഈ അത്യാഗ്രഹമാണ്. ഓക്കെ, അപ്പോൾ അത്യാഗ്രഹത്തിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് അഹങ്കാരത്തിലേക്ക് വരാം. തന്റെ ഭയങ്കരമായ ശക്തിയിൽ വലിയ അഹങ്കാരമുണ്ടായിരുന്ന ഒരു പെരുമ്പാമ്പ്. ഒരിക്കൽ അവനൊരു ക്ഷേത്രത്തിനു മുന്നിൽ ഗാംഭീര്യത്തോടെ നിൽക്കുന്ന ഒരു മാർബിൾ സിംഹത്തിന്റെ പ്രതിമ കണ്ടു. അതൊരു ശരിക്കുള്ള സിംഹമാണെന്ന് അവൻ തെറ്റിദ്ധരിച്ചു. അവന്റെ അഹങ്കാരത്തിനെ അതൊട്ടും പിടിച്ചില്ല. എന്നെ കണ്ടിട്ടും ഇവൻ പേടിക്കാതെ നിൽക്കുന്നു, ഇവനൊരു പാഠം പഠിപ്പിക്കണം. പാമ്പ് അവന്റെ മുഴുവൻ ശക്തിയും എടുത്ത് ആ പ്രതിമയെ അങ്ങ് വരിഞ്ഞു മുറുക്കി. അതങ്ങട്ട് ഞെരിഞ്ഞമരുമെന്ന് കരുതി. പക്ഷേ പ്രതിമ 1 ഇഞ്ച് പോലും അനങ്ങിയില്ല. അവൻ വീണ്ടും ശക്തി പ്രയോഗിച്ചു. അപ്പോൾ എന്തുപറ്റി? ആ മാർബിളിന്റെ മൂർച്ച കൊണ്ട് അവന്റെ ശരീരം മുഴുവൻ മുറിഞ്ഞ് ചോരയൊഴുകാൻ തുടങ്ങി. വേദന കൊണ്ട് പുളഞ്ഞപ്പോഴാണ് അവന്റെ മണ്ടത്തരം മനസ്സിലായത്. സ്വന്തം അഹങ്കാരം കൊണ്ട് സ്വയം മുറിവേൽപ്പിക്കുകയാണുണ്ടായത്. അപ്പോൾ നോക്കൂ, അത്യാഗ്രഹം പോലെ തന്നെയാണ് അഹങ്കാരവും. അത് നമ്മളെ തന്നെ നശിപ്പിക്കാനുള്ള വഴിയാണ്. നമ്മുടെ കോമൺ സെൻസിനെയും യാഥാർത്ഥ്യബോധത്തെയും അതില്ലാതാക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ തിന്മയുടെ ആ ഒരു ഡാർക്ക് സൈഡ് കണ്ടു. ഇനി അവിടെ നിന്ന് നമുക്ക് നന്മയുടെ വെളിച്ചത്തിലേക്ക് വരാം. നിസ്വാർത്ഥത, ഒരു കാര്യത്തിന്റെ യഥാർത്ഥ മൂല്യം. ഇങ്ങനെയുള്ള നല്ല ഗുണങ്ങളുടെ പവർ എത്ര വലുതാണെന്ന് നമുക്ക് ഈ കഥകളിലൂടെ കാണാം. ഒരിക്കൽ സ്വർഗത്തിലേക്ക് പോവാൻ യോഗ്യതയുള്ള ഭക്തർ ആരൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ ദൈവം ഒരു പ്രതിനിധിയെ ഭൂമിയിലേക്ക് അയച്ചു. അദ്ദേഹം ഒരു വലിയ ലിസ്റ്റ് തന്നെ ഉണ്ടാക്കി. ഒരുപാട് പൂജയും പ്രാർത്ഥനയുമൊക്കെയായി ജീവിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുടെ പേരുള്ള ലിസ്റ്റ്. അങ്ങനെ തിരിച്ചു പോകുന്ന വഴിക്ക് രാത്രിയുടെ ഇരുട്ടിൽ വഴിയിലൂടെ പോകുന്നവർക്ക് വെളിച്ചം കാണിക്കാനായി ഒരു വിളക്കുമായി നിൽക്കുന്നൊരു അന്ധനായ മനുഷ്യനെ കണ്ടു. പൂജയോ പ്രാർത്ഥനയോ ഒന്നുമില്ലാത്തതുകൊണ്ട് അയാളെ ആ പ്രതിനിധി ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയതുമില്ല. ദൈവം ആ ലിസ്റ്റ് വാങ്ങി നോക്കിയിട്ട് ചോദിച്ചു, ആ അന്ധനായ മനുഷ്യന്റെ പേരെവിടെ? പ്രതിനിധി നടന്ന കാര്യം പറഞ്ഞു. അപ്പോൾ ദൈവം പറഞ്ഞു, എനിക്ക് ഈ ലിസ്റ്റ് വേണ്ട. അയാൾ ചിലപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ടാവില്ല, പക്ഷേ ഈ ഇരുട്ടിൽ മറ്റുള്ളവർക്ക് വഴി കാണിച്ച് ഈ ലോകം സുഗമമായി മുന്നോട്ടു പോകാൻ അവൻ എന്നെയാണ് സഹായിക്കുന്നത്. അതുകൊണ്ട് അവനാണ് സ്വർഗത്തിന് ഏറ്റവും യോഗ്യൻ. ഈ കഥ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്താണ്? മറ്റുള്ളവരെ നിസ്വാർത്ഥമായി സഹായിക്കുന്നത് വലിയ പൂജകളെയും പ്രാർത്ഥനകളെയും ഒക്കെക്കാൾ എത്രയോ വലുതാണെന്നല്ലേ? എന്താണ് ഒന്നിന്റെ ശരിക്കുള്ള വില അല്ലെങ്കിൽ മൂല്യം? ഒരു ദിവസം ഒരു രാജാവ് തന്റെ നാട്ടിലെ ഒരു കർഷകൻ ഭാര്യയോട് പറയുന്നത് കേട്ടു, നമ്മുടെ ഈ വയലാണ് ശരിക്കുള്ള കൊട്ടാരം. രാജാവിന്റെ കൊട്ടാരത്തിനേക്കാൾ 100 ഇരട്ടി നല്ലത്. ഇത് കേട്ടതും രാജാവിന് ദേഷ്യം വന്നു. അദ്ദേഹം കർഷകനോട് വിശദീകരണം ചോദിച്ചു. കർഷകൻ വളരെ വിനയത്തോടെ പറഞ്ഞു, പ്രഭു,
എന്റെ ഈ വയലില്ലേ, ഇത് ആയിരക്കണക്കിന് ആളുകളുടെ വിശപ്പാണ് മാറ്റുന്നത്. ഇത് അവർക്ക് ജീവൻ നൽകുന്നു. അങ്ങയുടെ കൊട്ടാരത്തിന് ഇങ്ങനൊരു ഗുണമുണ്ടോ? ഇത് കേട്ട് രാജാവ് നാണിച്ച് തലതാഴ്ത്തി. അപ്പോൾ പോയിന്റ് ഇതാണ്, ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെയോ യഥാർത്ഥ മൂല്യമിരിക്കുന്നത് അതിന്റെ പുറത്തെ ഭംഗിയിലല്ല, മറിച്ച് അത് മറ്റുള്ളവർക്ക് എത്രത്തോളം ഉപകാരപ്പെടുന്നു എന്നതിലാണ്. കുട്ടിക്കാലത്ത് നെപ്പോളിയൻ കളിക്കുന്നതിനിടയിൽ അറിയാതെ തട്ടി ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ പഴക്കൊട്ട അങ്ങ് ഓടയിലേക്ക് മറിഞ്ഞുപോയി. പഴമെല്ലാം നശിച്ചു. യജമാനൻ വഴക്കു പറയുമല്ലോ എന്ന് പേടിച്ച് ആ കുട്ടി കരയാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ നെപ്പോളിയന് ഭയങ്കര വിഷമമായി. അവൻ ആ കുട്ടിയെയും കൂട്ടി വീട്ടിൽ പോയി അമ്മയോട് കാര്യം പറഞ്ഞു. അമ്മ പറഞ്ഞു, ശരി, ഞാൻ അവൾക്ക് പണം കൊടുക്കാം, പക്ഷേ അതിന് പകരമായിട്ട് 1.5 മാസത്തേക്ക് നിനക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവില്ല. നെപ്പോളിയൻ അത് ഒരു മടിയും കൂടാതെ സന്തോഷത്തോടെ സമ്മതിച്ചു. കണ്ടില്ലേ, താൻ ചെയ്തൊരു തെറ്റ് തിരുത്താൻ വേണ്ടി കാണിച്ച ഒരു വലിയ മനസ്സാണ് പിന്നീട് അദ്ദേഹത്തെ അത്രയും വലിയ ആളാക്കി മാറ്റിയത്. അപ്പോൾ നമ്മൾ തിന്മയെക്കുറിച്ചും നന്മയെക്കുറിച്ചുമൊക്കെ സംസാരിച്ചു. ഇനി നമുക്ക് ഇവ രണ്ടിനും മുകളിൽ നിൽക്കുന്ന ഒന്നിലേക്ക് വരാം. അതായത് ജീവിതത്തിലെ ചാലഞ്ചസ് നേരിടാൻ നമ്മളെ സഹായിക്കുന്ന വിവേകത്തിന്റെ പാതയിലേക്ക്. ഒരിക്കൽ അക്ബർ ചക്രവർത്തി തന്റെ സദസ്സിലുള്ളവരെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അദ്ദേഹം തന്റെ ശരീരത്തിനേക്കാൾ നീളം കുറഞ്ഞൊരു പുതപ്പ് കാണിച്ചിട്ട് ചോദിച്ചു, ഈ പുതപ്പിന്റെ നീളം 1 ഇഞ്ച് പോലും കൂട്ടാതെ എന്റെ ശരീരം മുഴുവനായിട്ട് എങ്ങനെ മൂടാൻ പറ്റും? ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ തോന്നുന്നുണ്ടോ? സദസ്സിലെ വലിയ ബുദ്ധിമാന്മാർക്കൊന്നും ഒരു ഉത്തരം കിട്ടിയില്ല. അപ്പോൾ നമ്മുടെ ബീർബൽ മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, പ്രഭോ, അങ്ങ് ദയവായി കാലൊന്ന് മടക്കി വയ്ക്കൂ. രാജാവ് കാലുകൾ മടക്കിയതും ആ ചെറിയ പുതപ്പ് കൊണ്ട് ശരീരം മുഴുവനായി മൂടാൻ പറ്റി. ഇത് വെറുമൊരു കോമഡിയല്ല കേട്ടോ, ഇതിലൊരു വലിയ ലൈഫ് ലെസൺ ഉണ്ട്. നമ്മുടെ വരുമാനം കുറവാണെങ്കിൽ പുതപ്പ് വലിച്ചു നീട്ടാൻ നോക്കുന്നതിന് പകരം നമ്മുടെ ആവശ്യങ്ങളാകുന്ന കാലുകളും മടക്കി വെക്കണം. സിമ്പിളായി പറഞ്ഞാൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മളെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് യഥാർത്ഥ വിവേകം. ഇനി നമുക്ക് സെൽഫ് റിലയൻസ്, അതായത് ആത്മവിശ്വാസത്തിന്റെ ഒരു കഥ കേൾക്കാം. ഒരു മുയലിനെ കുറേ വേട്ടനായ്ക്കൾ ഓടിക്കുകയാണ്. അവൻ ജീവനം കൊണ്ട് ഓടി അവന്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് ചെന്നു. എന്നെ രക്ഷിക്കണേ, അവൻ ആദ്യം പശുവിനോട് പറഞ്ഞു. അയ്യോ, എന്റെ കൊമ്പുകൾ വലുതല്ലേ, എനിക്ക് സഹായിക്കാൻ പറ്റില്ല. പശു ഒഴിവുകഴിവ് പറഞ്ഞു. കുതിരയോട് ചോദിച്ചപ്പോൾ എന്റെ പുറത്ത് യജമാനനുണ്ട് എന്നായി മറുപടി. കഴുതയും ഓരോ കാരണം പറഞ്ഞ് കൈയൊഴിഞ്ഞു. അപ്പോഴാണ് ആ മുയലിനൊരു കാര്യം മനസ്സിലായത്. ഒരു പ്രതിസന്ധി വരുമ്പോൾ നമ്മളെ സഹായിക്കാൻ അവസാനം നമ്മൾ മാത്രമേ കാണൂ. ആ തിരിച്ചറിവ് കിട്ടിയതും അവൻ ഓടി ഒരു കുറ്റിക്കാടിൽ ഒഴിച്ച് സ്വയം രക്ഷപ്പെട്ടു. യേശുവും ഒരുപാട് ശിഷ്യന്മാരും കൂടെ യാത്ര ചെയ്യുമായിരുന്നു. എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. പക്ഷെ കയ്യിലാണെങ്കിലോ ആകെ 5 അപ്പമേ ഉള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കൂ, അവിടെ എല്ലാവരും സ്വാർത്ഥതയോടെയാണ് പെരുമാറിയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ആ അപ്പത്തിനു വേണ്ടി ഒരു പക്ഷേ വലിയൊരു അടിയുണ്ടാകുമായിരുന്നു. അവസാനം ആരുടെയും വിശപ്പും മാറില്ലായിരുന്നു. പക്ഷെ യേശു പറഞ്ഞു, എല്ലാവരും സമാധാനമായിരിക്കൂ. ഇത് ചെറിയ കഷ്ണങ്ങളാക്കി ബഹുമാനത്തോടെ എല്ലാവരും ഓരോന്നായി കഴിക്കുക. അവരുടെ ആ നല്ല മനസ്സും സഹകരണവും കൊണ്ട് ഒരു അത്ഭുതം തന്നെ സംഭവിച്ചു. എല്ലാവരുടെയും വിശപ്പ് മാറി. അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? സ്വാർത്ഥത ഇല്ലായ്മ ഉണ്ടാക്കുമ്പോൾ സഹകരണം സമൃദ്ധിയുണ്ടാക്കും. അതിനിതിലും വലിയൊരു ഉദാഹരണമില്ല. അപ്പോൾ ഈ കഥകളിലൂടെയൊക്കെ നമ്മൾ കുറേയധികം കാര്യങ്ങൾ പഠിച്ചു, അല്ലേ? ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചേർത്തുവെച്ച് ജീവിതത്തിന്റെ ഒരു വലിയ ചിത്രം എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ കഥകളൊക്കെ നമ്മളോട് പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമതായി, അഹങ്കാരത്തിനു പകരം വിനയം, അത്യാഗ്രഹത്തിനു പകരം നിസ്വാർത്ഥമായ സേവനം, മറ്റുള്ളവരെ ആശ്രയിക്കുന്നതിനു പകരം ആത്മവിശ്വാസം, പിന്നെ സ്വാർത്ഥതയ്ക്ക് പകരം സഹകരണം, കണ്ണുമടച്ചും മറ്റുള്ളവരെ കോപ്പിയടിക്കുന്നതിനു പകരം സ്വന്തം വിവേകം ഉപയോഗിക്കുക. എപ്പോഴും ഓർക്കുക, ലോകം നമ്മളെ പുകഴ്ത്തുന്നതിനേക്കാളൊക്കെ എത്രയോ വലുതാണ് നമ്മുടെ നല്ല സ്വഭാവം. അപ്പോൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം, അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുപോകേണ്ട ചിന്ത ഇതാണ്: നമ്മുടെയൊക്കെ സ്വഭാവമുണ്ടാകുന്നത് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ചെയ്യുന്ന ഏതെങ്കിലും ഒരു വലിയ കാര്യം കൊണ്ടൊന്നുമല്ല, മറിച്ച് ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ നന്മകൾ, നമ്മളെടുക്കുന്ന വിവേകമുള്ള തീരുമാനങ്ങൾ, മറ്റുള്ളവരോട് കാണിക്കുന്ന ദയ, ഇതിലൂടെയൊക്കെയാണ്. ഈ ചെറിയ സ്ഥിരമായ കാര്യങ്ങളില്ലേ, അതാണ് ശരിക്കും നമ്മളെ നമ്മളാക്കി മാറ്റുന്നത്.